ഹേ ഓൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പ്ലാനൊന്നും നടന്നില്ല. നോമ്പിൻ്റെയും സീസണിൻ്റെ ഒക്കെ തിരക്കിലായിപ്പോയി ഷോപ്പിൽ. പിന്നെ പെരുന്നാൾക്കൊരു ഈദ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും ഞാൻ വിചാരിച്ച പോലെ ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ നേരെ പിറ്റേ ദിവസം, അതായത് ഇന്ന് രാവിലെ ഇപ്പം കൂർഗിലേക്ക് ട്രിപ്പ് പോയിരുന്നു ഞാനും ഷാബാസും കൂടെ. ഷാബാസിന് എന്തായാലും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മുമ്പത്തെ സീരീസ് കണ്ടിട്ടുള്ളവർക്ക് ഷാബാസിന് എന്തായാലും അറിയായിരിക്കും. അവരിപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6 മണി ആവാറായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ രാജാ സീറ്റ്. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ 4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ രാജാ സീറ്റിലെത്തി കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് നല്ല ഹെവി റെയിൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും കൂടെ കയറിയപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം ഡിലേ ആയി. ഇവിടെ എൻട്രൻസിലാണ് ഉള്ളത്. ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് ഉണ്ട് തോന്നുന്നു. ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറും. ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇത് ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഷാബാസ് ലൈറ്റ് ആയി എഴുന്നേക്കാം. അങ്ങനെ നമ്മളെ ടൈം മൊത്തം ഡിലേ ആയി. പിന്നെ മഴയും പെയ്തു. നല്ല ഉള്ളതല്ല പറയുന്നു. പക്ഷെ അത് കറക്റ്റ് കാര്യമില്ല. നീ എഴുന്നേക്കാൻ വൈകി. ഇനി ഇവിടെ മയിലുണ്ട്, മാനുണ്ട്. ഇവിടെ CCTV അണ്ടർ സർവൈലൻസ് എന്നുള്ളത് എവിടെയുള്ള അത് റോങ് അല്ലേ? CCTV അണ്ടർ സർവൈലൻസ്. നന്ദി ഹിൽസിലെല്ലാം പോയാലുള്ളവർക്കൊരു എന്ത് ഓക്കെ എടാ, അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഇവിടെ ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ബ്യൂട്ടി ആയിരിക്കും. അതേപോലെ സൺസെറ്റും ഈവനിങ്ങും നല്ല ബ്യൂട്ടി ആയിരിക്കും. ഇവിടെ നമുക്ക് താഴെ ആ ഒരു സൈഡ് വരെ നടക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാം അല്ലേ? 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ കൊടകിലെ രാജാക്കന്മാരും രാജ്ഞികളും യൂസ് ചെയ്ത സ്ഥലമാണ് ഈ രാജാ സീറ്റ്. അതായത് അവരിവിടെ മറ്റേ ടൈം സ്പെൻഡ് ചെയ്യാൻ, എൻജോയ് ചെയ്യാൻ, ഈവനിങ് എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയല്ലേ? ഗാന്ധി മണ്ഡപം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അങ്ങനെ രാജാ സൈറ്റിൽ 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് കേട്ടോ നമ്മൾ. അതിനുശേഷം അതിൻ്റെ അടുത്ത് തന്നെയാണ് മടിക്കേരി ഫോർട്ട് വരുന്നത്. മടിക്കേരി ഫോർട്ടിൻ്റെ ഒരു സൈഡിലാണ് നമ്മളുള്ളത്. ഇത് 17th സെഞ്ച്വറിയിൽ മുത്തുരാജ ബിൽഡ് ചെയ്തതാണ്. പിന്നീട് ടിപ്പു സുൽത്താൻ റീകൺസ്ട്രക്ട് ചെയ്ത് ഇതിൻ്റെ പേര് മാറ്റിയില്ല. എന്താ പേര് മാറ്റിയിട്ടാക്കിയതാ? ജഫ്രാബാദ്. പിന്നീട് വീണ്ടും ഇതിൻ്റെ പേര് അത് മടിക്കേരി ഫോർട്ട് തന്നെ മാറ്റി, ബ്രിട്ടീഷിൻ്റെ കൺട്രോളൊക്കെ വന്ന സമയത്ത്. അപ്പോൾ ഇനി നമ്മൾ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോയെന്ന്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഗൺ പോയിൻ്റ് ഒക്കെയുള്ള ഏരിയയിലാണ് തോന്നുന്നുള്ളത്. മടിക്കേരി ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇതിവിടുത്തെ ശ്രീകോട്ടയം മഹാഗണപതി ടെമ്പിൾ എന്നങ്ങനെ ഇതിൻ്റെ പേര്. ഇതാടാ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ക്ലോക്ക് ടവറൊക്കെ ബ്രിട്ടീഷിൻ്റെ കൺട്രോൾ വന്ന സമയത്ത് അവർ ബിൽഡ് ചെയ്തതാണ്. ഈ ക്ലോക്ക് ടവറും പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും കൂടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെയിൻ്റ് അടിയാണെന്ന് തോന്നുന്നു.
നമ്മളിപ്പോൾ ആബി ഫാൾസിലെത്തി കേട്ടോ. ഇവിടെ എൻട്രൻസിൽ ടിക്കറ്റിന് എത്ര 10 രൂപയല്ലേ? 10 രൂപ ടിക്കറ്റിന്. ഞാൻ ഇവിടെ മുമ്പ് ഒരു കൂർഗിൽ ഇവിടെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിന് ടിക്കറ്റിന് പൈസ കുറവാണ്, 10, 20 അങ്ങനെയുള്ളൂ. നമ്മൾ മുമ്പ് ബ്രദേഴ്സിൻ്റെ കൂടെ വന്ന സമയത്ത് ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നീ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ വന്നിട്ടില്ല. വേറെ ഏതൊരു ഫാൾസിൽ പോയി, അതേതാ അറിയില്ല. അത് മറ്റേ ഇതിനപ്പുറം ഒന്നുണ്ട്, മണ്ടൽപ്പെട്ടിയല്ല, വേറെ തംലംലി അങ്ങനെ. അത് കേട്ടാണ്. അപ്പോൾ ഇവിടെ സിപ്പ് ലൈനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഷഹബാസിനും എനിക്കും ട്രൈ ചെയ്താലോ എന്നുണ്ട്. പക്ഷെ രണ്ടാൾക്ക് പേടിയുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ ഒരിക്കൽ കയറിയതാണ് പാലക്കാടിനെത്തുന്നത്. പക്ഷേ അത് ചെറിയ ഇതെല്ലാം കയറുമ്പോൾ ഒരു പേടിയാണ്, കയറി കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷെ ഇല്ല, ഇത് വലുതാണ്. അതായത് തായിൽ വലിയ കൊക്കയാണ്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം എനിക്ക് നല്ല പേടിയുണ്ട്. എത്ര പൈസ? എത്ര? 500 പെർ പേഴ്സൺ. അപ്പോൾ ചിലപ്പോൾ അത് ട്രൈ ചെയ്യും. ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യും. ഉൾവനത്തിന് മഴ പെയ്താല് അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് പോകും. ഷാവാസ് അപ്പോൾ സിപ്ലൈൻ ചെയ്യാം. റെഡി? ആർ യു എക്സൈറ്റഡ്? കർണാടകയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത്. ഇപ്പോഴും നല്ല നെഞ്ചെടുപ്പുണ്ട്. ഷാവാസ് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ആബി ഫാൾസിൻ്റെ കൗണ്ടർ ഉണ്ട്, അതായത് ടിക്കറ്റ് കൗണ്ടർ താഴെ നല്ല ദൂരം ഉണ്ട്. പിന്നെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും, അതായത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വണ്ടിയൊന്നുമില്ല, നമ്മൾ തന്നെ നടന്നിട്ട് കയറണം. നമ്മളെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് അവിടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വേണം പോകാൻ. ഷാവാസ് റെഡി അല്ലേ? എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഷാവാസിൻ്റെ. ട്രയൽ വീഡിയോ കണ്ട്. അതായത് നമ്മൾ സിപ്പ് ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡറൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ കയ്യിൽ തന്നെ പിടിച്ച് വെക്കണം. സെക്കറ്റ് ഉണ്ടാവും, സെക്കറ്റ് ചാവുന്നി. 47 kg. Body weight 63. This one is starting ready. 63 kg. 3, 2, 1, go. ഷാവാസിൻ്റെ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഒരിക്കൽ ചെയ്താണെങ്കിൽ കയറാൻ പോകുമ്പോൾ ചെറിയൊരു നെഞ്ചെടുപ്പ് ഉണ്ടാവും. കയറി കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ ഓക്കെ. എനിക്കും അങ്ങനെ തന്നെയുണ്ട്. കയറുന്ന സമയത്ത് നല്ല പേടിയുണ്ട്. അത് താഴേക്ക് പോകുന്ന സമയത്ത് സിമ്പിളാണ് സാധനം. പക്ഷേ ഇത് ലോങ്ങസ്റ്റ് ആണ് കേട്ടോ. കർണാടകയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ അത്. അതും നമ്മൾ അച്ചീവ് ചെയ്തു. യെസ്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യും. മർജാൻ അത്ര അഡ്വഞ്ചർ ചെയ്യാൻ കിടക്കണം. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ആബി ഫാൾസിൽ നിന്ന് നേരെ പോയത് മണ്ടൽപേട്ടയിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയ സമയത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ട്രക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതൊരു പീക്കാണ്, മൗണ്ടൈനാണ്, നമുക്ക് കയറാൻ പറ്റിയില്ല, നല്ല മഴയാണ്. പിന്നെ ജീപ്പ് ഉണ്ട്, പക്ഷേ മഴ ആയതുകൊണ്ട് അതിന് മുകളിൽ കയറിയിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. നമ്മൾ നേരെ ഈ സ്ഥലത്തിൻ്റെ മടിക്കേരി തന്നെ വന്നിട്ടേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു ഹോം സ്റ്റേ ചെക്ക് ചെയ്യണം, എന്നിട്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യുക ചെയ്യാം.
അപ്പോൾ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് സ്റ്റേയുടെ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടെ ഓർഡർ ചെയ്തത് കാശ്മീരി ചില്ലി അൽഫാം. ഇവിടെ ഫുഡിന് പൈസ അൽഫാമിൻ്റെ പൈസയൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതേ പൈസ തന്നെ കേട്ടോ. ബിരിയാണിക്ക് പൈസയുണ്ട്, ബിരിയാണിക്ക് 220 ആ ഒരു റേഞ്ചുണ്ട്. മലയാളിയുടെ ഹോട്ടലാണെന്ന് അറിയില്ല, പിന്നെ ഓണർ ഇവിടെ കാണുന്നില്ല. ഹോട്ടലിൻ്റെ പേര് തന്നെ ഫെബിൻസ് റെസ്റ്റോറൻറ്റ്, ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത റൂം കേട്ടോ. ഇതിപ്പോൾ 1200 പറഞ്ഞ്, എന്നിട്ട് അവസാനം ഷഹബാസിൻ്റെ ബാർഗൈനിങ് സ്കില്ല് കൊണ്ട് 800-നാക്കി. എനിക്ക് തോന്നുന്നു ഇനിയും ബാർഗൈൻ ചെയ്തതിനു ഇനി കുറക്കും, ഒരു 600 ആ ലെവലിൽ പോകും. ഹീറ്ററുണ്ട്, ബാത്റൂം, പിന്നെ ബെഡ്. ഇത് ഇനിയിപ്പോൾ ഉറക്കം രാത്രി പുറത്തു പോകുന്നുണ്ടോ ഷഹബാസേ? ഓക്കെ.